ഒരു മനുഷ്യന്റെ അഹങ്കാരം തീരാൻ സാധാരണ നമ്മൾ പറയുന്ന ഒരു വാചകമാണ് മെഡിക്കൽ കോളേജിന്റെ 9ാം വാർഡോ ജനറൽ ഹോസ്പിറ്റലിന്റെ 9ാം വാർഡോ ഒക്കെ പോയി കണ്ടാൽ മതി. കാരണം അത്രയും ദാരുണമായിട്ടുള്ള സീൻസ് ആണ്. നമ്മുടെ അഹങ്കാരങ്ങൾ മാറും. ഇല്ലെങ്കിൽ ഈവൻ RCCയുടെ പീഡിയാട്രിക് വാർഡിലേക്ക് പോയാൽ മതി. ചെറിയ മക്കളെ കാണുമ്പോൾ തന്നെ നമ്മുടെ അഹങ്കാരമൊക്കെ മാറുന്നു. പക്ഷെ ഇന്ന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി മാറിയിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുൻപും നമ്മുടെ തിരുവനന്തപുരത്തുള്ള പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നവരെ കാണുക, കൊടുക്കുക, വരിക എന്നുള്ളത് മാത്രമേ. പക്ഷെ ഇന്ന് 150 വരുന്ന പ്രിയപ്പെട്ട കുട്ടികളെയും കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാൻ, അവരുടെ വാർഡുകൾ ക്ലീൻ ചെയ്യാൻ, അവരുടെ കിടക്കുന്ന ഇടങ്ങൾ, അവരുടെ ബാത്റൂം, ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പോയി. അതില് കുറെ പേരോട് ഇങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടി അവരുടെ കൂടെ ഇങ്ങനെ അവര് അതിനകത്തും ഞങ്ങൾ പുറത്തുമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരു 1-2 പേര് പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നിന്നു. അതിന്റെ അപ്പുറമാണെങ്കിൽ പോലും ജയിലഴികൾ പോലെയാണ്. അതിന്റെ അപ്പുറമാണെങ്കിൽ പോലും അവരൊരു തുണി പോലും അവരുടെ ദേഹത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. പക്ഷെ അതിലൊരു പുതുമയൊന്നും തോന്നിയില്ല. അയ്യോ എന്നുള്ളൊരു നാണക്കേടോ കാര്യങ്ങളൊന്നും തോന്നില്ല. കാരണം വളരെ കാഷ്വലായിട്ട് നമ്മൾ സംസാരിച്ചത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിനുള്ളിലേക്ക് നമുക്ക് കയറേണ്ടി വന്നു. അവിടെയും മറിച്ചായിരുന്നില്ല കാഴ്ച. അവരും ഒരു തുണി പോലും ഉടുത്തിട്ടല്ല അവിടെ ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ. പക്ഷെ അവരുടെ ടോയ്ലറ്റിനകത്തേക്ക് കയറി ചുമരുകളിലും അതുപോലെ തന്നെ ടോയ്ലറ്റിലും ഒന്നും വിസർജ്യങ്ങൾ എല്ലാം വെച്ച് തേച്ച ഒരവസ്ഥയിലേക്കായിരുന്നു. അഴിക്കുള്ളിൽ അവർ കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഇത്രയും സ്വതന്ത്രരായി വസ്ത്രമിടാനും ഭക്ഷണം കഴിക്കാനും ശ്വാസം ഇടാനും നമ്മൾ ആരാന്ന് തിരിച്ചറിയാനും ഒക്കെ കഴിയുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളെല്ലാവരും. ഇതിനൊന്നും കഴിയാത്ത ചെറിയ വാവകൾ, ജനിച്ചു വീഴുന്ന കൈക്കുഞ്ഞുങ്ങളെ പോലും അവർക്ക് ഉടുപ്പുണ്ടാവില്ലല്ലോ എന്ന് പറയുന്ന പോലെ ആ അവസ്ഥയിൽ ഇത്രയും പ്രായമുള്ളവരെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ, അവരുടെ മാനസിക നില തെറ്റിയ ഒരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ വി ആർ ബ്ലെസ്ഡ്, ട്രൂലി വി ആർ ബ്ലെസ്ഡ്. എന്നിട്ടാണ് നമ്മൾ കുറെ അഹങ്കാരങ്ങൾ കാണിക്കുന്നത്. നമുക്ക് അതില്ല, ഇതില്ല, സ്നേഹമില്ല, മറ്റേതില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് വീടില്ല, കാറില്ല, എഡ്യൂക്കേഷൻ ഇല്ല, നല്ലൊരു ജോലിയില്ല. എന്തിന്? അഹങ്കാരങ്ങൾ കുറയ്ക്കാൻ നമ്മളെ ഇടയ്ക്കും മുറയ്ക്കും ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം കാഴ്ചകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മണ്ണിലിറങ്ങി നോക്കണം, അല്ലെങ്കിൽ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചകൾ നമ്മൾ കാണണം. കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഇല്ലായ്മകൾ തോന്നുന്നത്, കിട്ടിയില്ല എന്നുള്ള പരാതികൾ വരുന്നത്. ഇത്തരം കാഴ്ചകൾ ആ പരാതിയിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കും. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഉള്ള ബ്ലെസ്സിങ്സിൽ, കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ സംതൃപ്തി നേടുകയാണ് വേണ്ടത്. ഒരു നിമിഷം പോലും നമ്മൾ അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകരുത് എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ കുഷ്, ഓൾവേസ് കീപ് സ്മൈലിംഗ്.